15 മിനിറ്റ് പോയതറിഞ്ഞില്ല അല്ലേ? എന്തിനാ ഇവിടെ വന്നെന്നുള്ളത്. നമുക്ക് ഈ സമയത്ത് നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പൊ ഓയിൽ നമുക്ക് ഡീപ് ഫ്രൈ ആണ്. അപ്പൊ അത്യാവശ്യം നമുക്കൊരു കപ്പിൽ കൂടുതൽ നമുക്കത് നമ്മുടെ ആ എടുക്കുന്ന പാത്രം അനുസരിച്ചിരിക്കും, അതിന്റെ കുഴിവനുസരിച്ച് നമുക്ക് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഇതിപ്പോ നമ്മൾ സാധാ ഓയിൽ തന്നെയാണ്, സാധാ കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ നമ്മൾ ബോൺലെസ് ചിക്കൻ ആണ്. ഇത് ബോൺലെസ് ചിക്കൻ ആണ്. അതാണ് കുറച്ചുകൂടെ എന്ന് വെച്ചാൽ അത് കുറച്ചൊരു പെട്ടെന്ന് കുക്കാവും ചെയ്യും. അതെ, പിന്നെ നീളത്തിലാണ് നമ്മൾ അത് അരിഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അത് കുറച്ചുകൂടെ ഒരു നീളത്തിലാണ്. അതിന് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ക്യാപ്സിക്കം അതൊക്കെ നമ്മൾ നീളത്തില് അരിഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് എന്തായാലും ബോൺലെസ് ആണെങ്കിലേ അതിന് പറ്റുള്ളൂ, നീളത്തിൽ അരിയാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഏകദേശം ഫ്രൈ ആവാൻ എത്ര സമയം എടുക്കും ചേച്ചി? അതെന്തായാലും കുറച്ചൊരു 10-15 മിനിറ്റ്സ് എടുക്കും. അപ്പൊ ആ ടൈം നമുക്ക് വേസ്റ്റ് ആക്കണ്ട, നമുക്ക് ബാക്കി ചെയ്യാനുള്ള പ്രൊസീജിയർ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യണ്ടേ? അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ, കോക്കനട്ട് ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചോളൂ. കുറച്ചുകൂടെ ഒഴിച്ചോളൂ, കുറച്ചുകൂടെ മതി. അപ്പൊ അതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് നട്ട്സ് ഇടാനുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇതൊന്ന് ശ്രദ്ധിക്കണം, എണ്ണ ചൂടായെങ്കിൽ. ഓക്കെ, അത് നന്നായിട്ടൊന്ന് ചൂടായിക്കട്ടെ. അപ്പൊ നമുക്ക് വേഗം അത് ഒരു 10-15 എണ്ണം നമ്മൾ എടുക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും. ഇതൊന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന ടൈമിൽ മുളകും കൂടെ നമുക്കിടാം. അപ്പൊ അതൊന്നൊരു ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ചിക്കനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം, ശരിക്കും ക്രിസ്പി ആവണം. അതാണ് അതിന്റെ ആ ഒരു കറക്റ്റ് ആ ഒരു പാകം. നമ്മൾ ചില്ലി ചിക്കൻ അതൊക്കെയാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ ഇത് കുറച്ചൊരു ക്രിസ്പി ആണെങ്കിലാണ് നമുക്ക് ആ ആക്ച്വലി ഇതൊരു ഡ്രൈ ആണ്, അധികം ഗ്രേവി ഉണ്ടാവില്ല. സ്വന്തമായി പഠിച്ചതാണോ അതോ എവിടെ എന്തെങ്കിലും? ഇത് വെച്ചാൽ ഡ്രാഗൺ ചിക്കൻ എന്ന് പറയുന്ന ഓൾറെഡി ഉള്ള ഒരു ഡിഷ് തന്നെ, പക്ഷെ നമ്മുടേതായ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കുറച്ച് ഫ്ലേവേഴ്സും ഒക്കെ കൊടുത്ത് നമ്മുടെ ഒരു സ്റ്റൈലിൽ അത് അങ്ങനെ ചെയ്താണ്. അപ്പൊ ഇനിയിപ്പോ ഇട്ടോളൂ അത്, അതുപോലെ തന്നെ ഇട്ടോളൂ അത്. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അതൊരു ടേബിൾ സ്പൂൺ തന്നെ നമുക്കിടാം. അതിന്റെ കൂടെ ഓണിയൻ, ഉള്ളി എടുക്കാം. അതൊരു വലിയ ഉള്ളി ഒരെണ്ണം, മുഴുവൻ ഇടണ്ട, വലിയൊരു ഉള്ളി നമ്മൾ നന്നായി ചോപ്പ് ചെയ്ത് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. ഓക്കെ, ഇതിപ്പോ ഒരു ഉള്ളിയാണ് നമ്മൾ ചേർക്കേണ്ടത്. അതെ, ഒരു ഉള്ളിയാണ് നമ്മൾ. അത് അതിന്റെ സൈസ് അനുസരിച്ചിരിക്കും. ഒരു കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു സാധാരണ നീളത്തിൽ അരിയാം, അത്ര സാധാരണ പോലെ നീളത്തിൽ തിന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. എത്ര സമയം എടുക്കും ഇതിന്? ഇത് ശരിക്കും നമുക്കൊരു 30 മിനിറ്റ്സ് ആണ് മാക്സിമം വരുന്ന ഒരു ടൈം. പക്ഷെ നമുക്ക് അതിന്റെ ഒരു അറിയാവല്ലോ, ചൈനീസ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അത് പ്രിപ്പറേഷൻസിനാണ് ടൈം എടുക്കുന്നത്. കട്ട് ചെയ്യാനും അധികം സമയം എടുക്കണില്ലല്ലോ. അത് കുക്കിംഗ് ടൈം ആണ് എടുക്കാത്തത്, പക്ഷെ നമുക്ക് ശരിക്കും അത് ആദ്യമുള്ള കട്ട് ചെയ്യാനും അങ്ങനെയുള്ളതൊക്കെയാണ്, അതിനാണ് കൂടുതൽ ടൈമും ചൈനീസിൽ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സോസും അതൊക്കെ ആയിട്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഒരു 10 മിനിറ്റ്സ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ചൈനീസ് ഡിഷസ്. ഇതും അതുപോലെ തന്നെ. ആദ്യം നമുക്ക് ഈ അരിയാനൊക്കെ ഉള്ള ഒരു ടൈമേ ഉള്ളൂ. പിന്നെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആവണം, അതിന്റെ ഒരു ടൈം മാത്രമാണ്. കാര്യം ചോദിച്ചോട്ടെ, ഒരു കോഴിക്കോടുകാരിയാണെന്ന് പറഞ്ഞു, പക്ഷെ കോഴിക്കോട്ടുകാരുടെ ഒരു ഭാഷയല്ലല്ലോ കേൾക്കണേ. ഞാന് പക്ക കോട്ടയംകാരിയാണ്. അതാണ് ഒരു അവിടേക്കുള്ള ഒരു സംസാരം അല്ലേ. ഞാൻ കോട്ടയാണ്, ഹസ്ബൻഡ് എറണാകുളം. പിന്നെ നമ്മളിവിടെ സെറ്റിലായി, ഇവിടെ എത്തിപ്പെട്ടതാണ്. പക്ഷെ ലക്ലി നമുക്ക് വളരെ ഹാപ്പിയാണ് ഇവിടെ വന്നതിന് ശേഷം. കോഴിക്കോട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവില്ല. ഇത്രയും ആൾക്കാർക്ക് സ്നേഹമുള്ള ഒരു നാട് എന്ന് പറയുന്നത് കോഴിക്കോട് മാത്രമായിരിക്കും. ശരിക്കും. നമുക്കിനി ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ ക്യാപ്സിക്കം 3 കളേഴ്സ്, ട്രൈ കളറിലുള്ള ക്യാപ്സിക്കം ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കാണുമ്പോ കുറച്ചും കൂടെ നന്നായിരിക്കും. മഞ്ഞ, പച്ച, ചുവപ്പ് എല്ലാ കളറും കളേഴ്സും ഉണ്ട്.
അത് 3 ആഡ് ചെയ്തോളൂ. ശരിക്കും കാണുമ്പോ കഴിക്കാൻ തോന്നണം, അങ്ങനെയല്ലേ അല്ലേ പറയാറ്? അപ്പൊ അത് തന്നെയാണ് ചേച്ചി ഇവിടെ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? അതെ. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് സോൾട്ട് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് അത് ആഡ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഈ ഫ്രൈ ആയതെടുത്ത് ഇതിനകത്തേക്ക്. അതെ അതെ. ഏകദേശം നമ്മുടെ ചിക്കൻ നല്ല ബ്രൗൺ കളറായി, ബ്രൗൺ കളർ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് നമുക്ക് അതിന്റെ ഒരു പാകം. ഈ ക്യാപ്സിക്കം വളരെ തിന്നായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാന്. അത് തന്നെയാണല്ലോ ചൈനീസ് കുക്കിംഗ് പറയണ തന്നെ, അതിന്റെ ഫൈൻ കട്ടിംഗ് ഒക്കെയാണ്. അതെ. ഇനി നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് കുറച്ച് ഒരു ടീസ്പൂൺ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന, അത് അത്ര തന്നെ വേണ്ട, ഒരു എത്ര മതി. നമ്മൾ പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് നമുക്ക് അധികം അത് എരിവ് വേണ്ട. കാരണം നമ്മുടെ ചിക്കനിൽ ഓൾറെഡി നമ്മൾ എരിവുണ്ട്. അതെ അതെ. പിന്നെ ആ ഒരു എന്താ പറയുന്ന ആ അരപ്പിനൊരു ഫ്ലേവർ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ആഡ് ചെയ്തത്. പിന്നെ നമുക്ക് പെപ്പർ അതൊരു ടീസ്പൂൺ ഇട്ടാൽ മതി. നമുക്ക് ഓഫ് ചെയ്യാം. നമ്മളിവിടെ ചിക്കൻ ഇപ്പൊ കണ്ടോ ചേച്ചി എടുത്ത സമയം തന്നെ കണ്ടോ, ആ ചിക്കനുമായി അതേ സമയത്ത് തന്നെ ഈ നമ്മുടെ ഈ ഇതിന്റെ കൂട്ടും റെഡി ആയിട്ടുണ്ട്. അതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? ഏകദേശം രണ്ടും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് ഓഫ് ചെയ്യണ്ട, നമ്മുടെ ഈ ചിക്കൻ്റെതൊന്ന് ഓഫ് ചെയ്തോളൂ. അതൊന്ന് നമുക്ക് അതിനകത്തെ ഓയിൽ ഓവറായിട്ടുള്ള ഒന്ന് നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് എടുക്കാം. ആ ടൈമിൽ അത് കുക്കായിക്കോട്ടെ കുറച്ചും കൂടെ ഒന്ന്. കാരണം ഇതാണ് അതിന്റെ ഒരു ഗോൾഡൻ കളറാണെന്ന് പറയാം പാകം. ഇതിന് അധികം ടൈം ഒന്നും എടുക്കില്ല. ശരിക്കും നമുക്ക് ഫാസ്റ്റായിട്ട് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു. ഏകദേശം നമ്മുടെ ഡ്രാഗൺ ചിക്കൻ അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കുകയാണല്ലേ? അതെ. നമുക്ക് ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനിയാണ് മെയിൻ ആയിട്ട് നമുക്ക് ആ ഒരു ചൈനീസ് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ സോസ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പം സോയാ സോസ് വേണം, അതൊരു ടീസ്പൂൺ, 1 ടീസ്പൂൺ സോയാ സോസ്. പിന്നെ നമുക്ക് ഇത് ഒരു ഏകദേശം ഒരു 5-6 കപ്പ് തന്നെ, 5-6 സ്പൂൺ തന്നെ, ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു നമുക്ക് ആ ഒരു അതെ നമുക്ക് ഗ്രേവിയും കുറവാണ്. അപ്പൊ അത് നമ്മൾക്ക് കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് അത് പിന്നെ കുട്ടികളുടെ ഒക്കെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ ടൊമാറ്റോ സോസ് ഒക്കെ ഒരുവിധം എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് അങ്ങനെ കൂടുതൽ ആഡ് ചെയ്യാം. ഇനിയിപ്പം അത് അങ്ങനെ സ്വീറ്റ് അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ അത് നമുക്ക് കുറയ്ക്കണമെങ്കിലും കുറയ്ക്കാം. ഏകദേശം നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോഴേ അറിയാം എല്ലാ കളറും ഉണ്ട്, എല്ലാ മിക്സും ഉണ്ട് അല്ലേ? അതെ. ഉള്ളിയുണ്ട്, എരിവുണ്ട്, ആ ഒരു ചിക്കന്റെ ആ ഒരു കളർ എല്ലാം കാണുമ്പോ തന്നെ നമുക്കെടുത്ത് കഴിക്കാൻ തോന്നും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് അട്രാക്ട് ചെയ്യിക്കൂല്ലേ ഇങ്ങനെ ഒരു ഡിഷ് എന്ന് പറയണേ. ഇപ്പം ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, റെഡി ഓഫ് ചെയ്യാം അല്ലേ ചേച്ചി? അതെ, ഓഫ് ചെയ്തോളൂ. ഇപ്പൊ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അല്ലേ? അതെ. ഇപ്പൊ തന്നെ നമുക്ക് ആ ഒരു ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ സോസിന്റെയും എല്ലാ ആ ഒരു ടേസ്റ്റ്, ആ അരച്ച മുളകിന്റെ ആ ടേസ്റ്റ് ആണ് ശരിക്കും വരുന്നത് അല്ലേ? ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയിലയാണ് ഗാർണിഷ് ചെയ്യാനായിട്ട്.
അപ്പൊ നമ്മളുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയോളൂ. ചേച്ചിയുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുകയാണ്. നല്ല ചൂട് വറക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ചേച്ചിയുടെ പുതിയ എക്സ്പെരിമെന്റുമായിട്ട് ചേച്ചി ഇനിയും ഇവിടെ വരുമല്ലോ അല്ലെ? എന്തായാലും ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യട്ടെ. ടേസ്റ്റ് ചെയ്തോളൂ. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇത് വളരെ കളർഫുൾ ആണ്, ഇത് കാണുമ്പോഴേ കഴിക്കാൻ തോന്നും. അതുപോലെ തന്നെയാണ്, വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല നിങ്ങളുടെ അടുത്ത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ ഡിഷ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ആഴ്ച പുതിയ വിഭവം പുതിയ അതിഥിയുമായിട്ട് കാണാം. ബൈ.